ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ധന്യ. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ സ്പെഷ്യൽ ടോപ്പിക്സ്, ആ സ്പെഷ്യൽ ടോപ്പിക്സ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഇതാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. 13 മാർക്കിന്റെ എഡ്യൂക്കേഷൻ കമ്മീഷൻ ആൻഡ് ആക്ട് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഉള്ളതും, അതുപോലെ തന്നെ നാഷണൽ പോളിസീസ് ഓൺ എഡ്യൂക്കേഷൻ 7 മാർക്കിന് അല്ലെ, 7 മാർക്ക് 6 മാർക്ക്, അങ്ങനെ ടോട്ടൽ 13 മാർക്കിനാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ആയിട്ട് പറഞ്ഞതാണ്. സിലബസ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ക്വസ്റ്റൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ പലവരും ചോദിച്ചൊരു കാര്യമുണ്ട്, ഇതിന്റെ സോഴ്സ് എവിടെ നിന്നാണ് ഇത് കിട്ടുന്നത്? അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി നമ്മുടെ പ്രിലിംസ് ഒക്കെ കഴിഞ്ഞ് ലിസ്റ്റിൽ വന്നവരാണ് അല്ലെ, പ്രിലിംസ് പാസ്സായവരാണ് ഈ ഒരു എക്സാം എഴുതാനായിട്ട് പോകുന്നത്. അപ്പൊ അതിൽ PSC റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പൊ നമ്മുടെ GK ആയിക്കോട്ടെ, കറണ്ട് അഫയേഴ്സ് ആയിക്കോട്ടെ, അതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും. അല്ലെങ്കിൽ അത് എങ്ങനെയാണ് പഠിക്കേണ്ടത്, എവിടെ നിന്നാണ് പഠിക്കേണ്ടത്? ഇപ്പൊ നമ്മൾ SCERT ടെക്സ്റ്റ് ബുക്ക് ഒരുപാട് നോക്കേണ്ടി വരും, NCERT ടെക്സ്റ്റ് ബുക്ക് പഠിക്കേണ്ടി വരും. അങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾക്കൊരു സോഴ്സ് അറിയാം. പക്ഷേ നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിലെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനും അതുപോലെ തന്നെ നാഷണൽ പോളിസീസും ഈ കമ്മീഷൻസിന്റെയും അതെങ്ങനെയാണ് പഠിക്കുക, എവിടെ നിന്നാണ് പഠിക്കുക എന്നുള്ളൊരു ഡൗട്ട് പലർക്കും ഉണ്ടാവും. പലരും പേഴ്സണലി അല്ലെങ്കിൽ ഇവിടെ ചോദിച്ചൊരു കാര്യമായിരുന്നു. അപ്പോൾ ഇത് എവിടെ നിന്നാണ് ഇതിന്റെ സോഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമ്മുടെ ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസ് ഉണ്ടല്ലോ. അതായത് ഇപ്പോൾ ടീച്ചിങ് റിലേറ്റഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ കേട്ടറ്റും സീറ്ററ്റും ഒന്നും അധികം ചോദിക്കാറില്ല. പക്ഷെ നമ്മുടെ സെറ്റ് എക്സാം അല്ലെങ്കിൽ നെറ്റ് എക്സാം അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ സെൻട്രൽ ഗവൺമെന്റ് സ്കൂൾ ടീച്ചേഴ്സ് ആവാനുള്ള ഒരു എക്സാം ഒക്കെ ഉണ്ടായിരുന്നു, EMRS, നമ്മുടെ ഏകലവ്യ എക്സാംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിലൊക്കെ നമുക്ക് ഈ പോളിസീസിനെ കുറിച്ചും ഒക്കെ പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ സോഴ്സ് ഒരു ടെക്സ്റ്റ് ബുക്ക്, ഒരു ബുക്കായിട്ട് നമുക്ക് കിട്ടുമല്ല. പക്ഷെ ഇത്തരത്തിലുള്ള എക്സാംസിന് നെറ്റിന്റെയും സെറ്റിന്റെയും ഒരുപാട് സോഴ്സസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ നിന്നാണ് നമുക്ക് അവൈലബിൾ ആവുന്നത്. അപ്പൊ ഇവിടെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിവിടെ സിലബസ് മാത്രം കംപ്ലീറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പൊ നിങ്ങൾക്ക് നെറ്റിന്റെ വല്ല സോഴ്സ് കിട്ടിയെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ സെറ്റിന്റെ വല്ല പഠിക്കാനുള്ള ഒരു റാങ്ക് ഫയലോ ഒക്കെ എടുത്തു എന്ന് വിചാരിക്കുക. പക്ഷെ അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ടോപ്പിക് അറിയാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഇതിന്റെ ഓരോ കമ്മീഷൻസിന്റെയും റെക്കമെൻഡേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. പക്ഷേ അതിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ, ഇപ്പൊ നിങ്ങൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ PYQ മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ കിട്ടുള്ളൂ. കാരണം ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക് ആഡ് ചെയ്തിട്ട് തന്നെ വളരെ കുറച്ചേ ആയിട്ടുള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുകയെന്ന് വെച്ചാൽ പോസിബിൾ അല്ല. ഓക്കെ, ഒരുപാട് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുകയെന്ന് വെച്ചാൽ പോസിബിൾ അല്ല. പക്ഷെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ ഇക്കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം നോക്കിയത് പോരാ. കാരണം ഇപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയ സമയത്ത് അതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് ഈ കോത്താരി കമ്മീഷൻ എന്നാണ്. ഇവിടെ ഉണ്ട് ദ കോത്താരി കമ്മീഷൻ മേജർ റെക്കമെൻഡേഷൻസ് ആൻഡ് റീഫോംസ് എന്നുള്ളൊരു കാര്യം നമുക്കുണ്ട്. അപ്പൊ ഈ കോത്താരി കമ്മീഷനിൽ ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടു. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം നോക്കുന്ന ഒരു കുട്ടിനെ സംബന്ധിച്ചിടത്തോളം അവൻ വിചാരിക്കുന്ന എന്താ, കോത്താരി കമ്മീഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അപ്പൊ അത് നന്നായിട്ട് പഠിക്കണം, അത് സ്കിപ്പ് ചെയ്യാതെ പഠിക്കണം എന്ന് വിചാരിച്ച് അതിന് സ്ട്രെസ് ചെയ്ത് പഠിക്കും. പക്ഷെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടാണ് ഈ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് മാത്രം നോക്കിയത് കൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടില്ല, ഏതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ളൊരു ഐഡിയ കിട്ടില്ല. അപ്പൊ പകരം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഓരോ ടോപ്പിക്സ് നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ ഓരോ ടോപ്പിക്സും പഠിക്കുന്നു. എന്താണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ, അതിന്റെ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിക്കുന്നു. അപ്പൊ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ നെറ്റ് എക്സാം ഉണ്ടല്ലോ അല്ലെ, നെറ്റ് എക്സാം. ആ നെറ്റ് എക്സാമില് നമുക്ക് ഈ കമ്മീഷൻസും അതുപോലെ തന്നെ കമ്മിറ്റീസ് ഒക്കെ ഉള്ളത് നമുക്ക് ജനറൽ പേപ്പറിൽ, നെറ്റിന്റെ 2 പേപ്പറാണ് ഉള്ളത്. നെറ്റിന്റെ ജനറൽ പേപ്പറും ഉണ്ട്, അതുപോലെ തന്നെ നെറ്റിന്റെ പേപ്പർ 2, അതായത് അവരുടെ സബ്ജക്ട് പേപ്പറും ഉണ്ട്. അപ്പൊ അതിൽ ജനറൽ പേപ്പറിൽ ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ളൊരു ഭാഗം വരുന്നുണ്ട്. ഓക്കെ, ജനറൽ പേപ്പറിൽ ഹയർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ പോളിസീസ് എന്ന് പറഞ്ഞൊരു കാര്യം വരുന്നുണ്ട്. അതിൽ നമുക്ക് ഈ NEP 2020 ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് നമുക്ക് അതിൽ നിന്നും കിട്ടും. അത് നെറ്റിന്റെ എന്ന് പറയുമ്പോൾ അത് ഒരു വർഷം 2 തവണ നടക്കുന്ന എക്സാമാണ്, 6 മാസം കൂടുമ്പോൾ നടക്കുന്ന എക്സാമാണ്. അപ്പൊ അതിൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും നമുക്ക് ഒരുപാട് നമ്മുടെ NEP 2020, ഏതാണ് NEP 2020ന്റെയും അതുപോലെ തന്നെ NEP നമ്മുടെ 1968 ആയിക്കോട്ടെ, 1986 ആയിക്കോട്ടെ, 1992 ആയിക്കോട്ടെ, അതായത് പ്രോഗ്രാം ഓഫ് ആക്ഷൻ ആണല്ലേ, POA, പ്രോഗ്രാം ഓഫ് ആക്ഷൻ 1992ന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അതിൽ നിന്നും കിട്ടും. ഇനി അടുത്തൊരു സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സെറ്റ് എക്സാം ആണ്. സെറ്റും അതുപോലെ തന്നെ എന്താണ് ഇതിന്റെ ആണ്. ഓക്കെ, സെറ്റും അതുപോലെ തന്നെ നമ്മുടെ ഒരു വർഷം 2 പ്രാവശ്യമായിട്ട് നടക്കുന്ന എക്സാമാണ്. 6 മാസം കൂടുമ്പോൾ നടക്കുന്നതാണ്
സെറ്റ് എക്സാം. അതിലും പേപ്പർ 1 എന്നുള്ളൊരു ഏരിയയിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ടുണ്ട്. NEP-നെ കുറിച്ച് പഠിക്കാനായിട്ടുണ്ട്, നാഷണൽ പോളിസിനെ കുറിച്ച് പഠിക്കാനായിട്ടുണ്ട്. കമ്മിറ്റീസ് ആൻഡ് കമ്മീഷൻ എന്നുള്ളൊരു ചാപ്റ്ററും വരുന്നുണ്ട് അല്ലെ. കമ്മിറ്റീസ് ആൻഡ് കമ്മീഷൻ എന്നുള്ളൊരു ചാപ്റ്ററും കൂടെ വരുന്നുണ്ട്. പിന്നെ അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഈ കഴിഞ്ഞ ഏകലവ്യ എക്സാം. ആ ഏകലവ്യ എക്സാം നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഈ പറഞ്ഞിട്ടുള്ള NEP 2020 ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതലായിട്ടും കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇതുപോലുള്ള ടീച്ചിങ് എക്സാംസ്. പിന്നെ പറയുവാണെങ്കിൽ നെറ്റ് ജനറൽ പേപ്പറുടെ കേസാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോ നെറ്റ് എഡ്യൂക്കേഷൻ എന്നുള്ളൊരു പേപ്പർ ഉണ്ട്. നെറ്റ് എഡ്യൂക്കേഷൻ എന്നുള്ളൊരു പേപ്പർ ഉണ്ട്. ആ ഒരു നെറ്റ് എഡ്യൂക്കേഷൻ എന്നുള്ള പേപ്പറിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങളുടെ സിലബസിലുള്ള ഈ 2 സിലബസിലുള്ള കാര്യങ്ങൾ, സിലബസിൽ മീൻസ് 2 സിലബസ് മീൻസ് 2 യൂണിറ്റ്, ആ 7 മാർക്കിനും 6 മാർക്കിനും അതിൽ പറഞ്ഞിട്ടുള്ള കംപ്ലീറ്റ് സാധനം നമ്മുടെ നെറ്റ് എഡ്യൂക്കേഷനിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതിലും ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സോഴ്സസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാ പറഞ്ഞത്? നെറ്റ് പറഞ്ഞു, സെറ്റ് പറഞ്ഞു, ഏകലവ്യ പറഞ്ഞു, എസ്പെഷ്യലി നെറ്റ് എഡ്യൂക്കേഷൻ പേപ്പർ പറഞ്ഞു അല്ലെ. എഡ്യൂക്കേഷൻ എന്നുള്ളൊരു പേപ്പർ. അപ്പൊ അവിടെ നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് ആ ഒരു സിലബസ് എല്ലാം അടങ്ങുന്ന ഒരു റെക്കോർഡ് ക്ലാസ്സസ് ഇവിടെ അവൈലബിൾ ആണ്. അതായത് ഓരോന്നിനെ പറ്റിയും ഇപ്പൊ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ആയിക്കോട്ടെ, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ ആയിക്കോട്ടെ, പല കാര്യങ്ങളും യശ്പാൽ കമ്മിറ്റി ആയിക്കോട്ടെ, അത് ഓരോന്നും വിവരിക്കുന്ന രീതിയിലുള്ള റെക്കോർഡഡ് സെഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ആൻഡ് നമുക്ക് ലൈവ് സെഷൻസ് വരുന്നുണ്ട്. ആ ലൈവ് സെഷൻസിലാണ് നമ്മൾ ഇത് ഓരോന്നിന്റെയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം അവന് ആ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് സാധിക്കും. പിന്നെ അവൻ ലൈവ് സെഷൻസിൽ കയറുന്നു. ലൈവ് സെഷനിൽ കയറി കഴിഞ്ഞാൽ അതിന്റെ ക്വസ്റ്റ്യൻസ് അവൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യും. പിന്നെ മോഡൽ എക്സാംസ് ഉണ്ട്, മോക്ക് ടെസ്റ്റ് ഉണ്ട്, റിവിഷൻ ടെസ്റ്റ് ഉണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഗൈഡ് ചെയ്യാനായിട്ട് പേഴ്സണൽ മെന്റർഷിപ്പും കൂടെ നമ്മുടെ ഈ ഒരു ബാച്ചിൽ അവൈലബിൾ ആണ്. സോ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ ലോങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 8590202323 എന്നുള്ളൊരു നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വീഡിയോന് താഴെ തന്നെ കമന്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് അറിയുന്ന വല്ല സോഴ്സസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഉറപ്പായിട്ടും ഈ വീഡിയോന് താഴെ നിങ്ങൾക്ക് അതും കൂടെ ഒന്ന് കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ബാക്കിയുള്ളവർക്ക് പല ഡൗട്ട്സ് ആയിരിക്കും. എങ്ങനെയാണ് പഠിക്കേണ്ടത്? ബാക്കിയെല്ലാം സെറ്റ് ആയിരിക്കും, പക്ഷെ ഇതായിരിക്കും ഒരു ഡൗട്ട് എന്ന് പറയുന്നത്. പക്ഷെ ഇത് അത്യാവശ്യം നിങ്ങൾക്ക് റാങ്ക് മേക്ക് ചെയ്യുന്ന ഒരു ഏരിയ കൂടിയാണ് ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് പറയുന്നത്. സോ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ നല്ല റാങ്കിൽ തന്നെ ഇടം നേടാനായിട്ട് സാധിക്കും. സോ അങ്ങനെ നേടാൻ പറ്റട്ടെ എന്നും കൂടി ഞാൻ ആശംസിക്കുകയാണ്. സോ ദാറ്റ്സ് ഓൾ ഫ്രം ദിസ് സെഷൻ. താങ്ക് യു.